അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ ശ്രോതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട്. അല്ല, ഒരു സ്രഷ്ടാവുണ്ടായേ തീരൂ. അത് നമ്മുടെ ബുദ്ധിയുടെ തേട്ടമാണ്. മനുഷ്യരാശി എത്ര തന്നെ, മനുഷ്യരിലേതൊക്കെ ആളുകളും ആ സത്യത്തെ നിരാകരിക്കാനും നിഷേധിക്കാനും ശ്രമിച്ചാലും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു ശക്തിയുണ്ട്, ഒരു സ്രഷ്ടാവുണ്ട് എന്ന് ഈ പ്രപഞ്ചവും ഇവിടെയുള്ള ഓരോ സൃഷ്ടിയും നിരന്തരം മനുഷ്യബുദ്ധിയോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, തുറന്ന് സമ്മതിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം പറയുന്നത് ആ പ്രപഞ്ച സൃഷ്ടിപ്പിന് പിന്നിൽ ഒരു സ്രഷ്ടാവുണ്ട്. അങ്ങനെയെങ്കിൽ ആ സ്രഷ്ടാവ് മാത്രമാണ് മനുഷ്യരുടെ ആരാധ്യൻ. അല്ല, സാക്ഷാൽ ആരാധ്യൻ. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും ചോദിക്കാറുണ്ട്, അതെന്തുകൊണ്ട് അള്ളാഹു മാത്രം ഇലാഹാകുന്നു? അവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് അള്ളാഹു മാത്രം ഇലാഹാകുന്നു, വേറെയും ശക്തികളില്ലേ, അവരെ എന്തുകൊണ്ട് ആരാധിക്കുന്നില്ല എന്ന ചോദ്യം തന്നെ ഉദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു കുലദൈവത്തിൻ്റെ പേരാണ് അള്ളാഹു എന്ന തെറ്റിദ്ധാരണ ഉടലെടുക്കുന്നിടത്താണ് ഇത്തരം ചിന്താഗതികൾ കടന്നു വരുന്നത്. അള്ളാഹു എന്നത് ഒരിക്കലും ഒരു മുസ്ലിങ്ങളുടെ ആരാധ്യ പുരുഷനോ അല്ലെങ്കിൽ ആരാധ്യ ശക്തിയോ അല്ല. അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താണ്? സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. ഇസ്ലാം അള്ളാഹു എന്ന് പഠിപ്പിക്കുമ്പോൾ ആ ഇസ്മുൽ ജലാലത്ത്, ഏറ്റവും മഹത്വമുള്ള ആ നാമം പഠിപ്പിക്കുമ്പോൾ തന്നെ, അത് പ്രയോഗിക്കുമ്പോൾ തന്നെ അർത്ഥമാക്കേണ്ടത് എന്താണ്? മനുഷ്യരാശിയെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിച്ച് അവർക്ക് ആവശ്യമായ സർവ്വതും ഈ ഭൂമുഖത്ത് നൽകി ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിനെ ഇസ്ലാം വിളിക്കുന്ന പേരാണത്, അള്ളാഹു എന്നത്. അതിൻ്റെ അർത്ഥം തന്നെ സാക്ഷാൽ ആരാധ്യൻ എന്നാണ്. എന്തുകൊണ്ട് അള്ളാഹു മാത്രം ആരാധ്യനാകുന്നു എന്ന ചോദ്യത്തിന് മനുഷ്യരുടെ ബുദ്ധിയെ തട്ടിയുണർത്തി ദൈക്ഷണികമായി ഭൗതികപരമായ രൂപത്തിൽ ഒരുപാട് ഉത്തരങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് വിശദീകരണങ്ങളോ വർണ്ണനകളോ പോലും ആവശ്യമില്ല. അത്രയും സുവ്യക്തമാണ് ഖുർആനിൻ്റെ ഓരോ പരാമർശവും, അത്രയും വ്യക്തമാണ്. ആ ഓരോ ആയത്തുകളിലൂടെ, വചനങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഒരാൾ വളരെ ഉപരിപ്ലവമായി തന്നെ അതിനെ ജസ്റ്റ് വായിച്ചു പോകുമ്പോൾ പോലും ശരിയാണ്, എന്തുകൊണ്ട് അള്ളാഹു മാത്രം ആരാധ്യനാകുന്നു എന്ന ചോദ്യത്തിനുള്ള വളരെ സുവ്യക്തമായ മറുപടി ആ വചനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് തന്നെ ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറയുടെ 21, 22 വചനങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ്, ഓതി കേൾപ്പിച്ചുകൊണ്ടാണ്. അതിൽ അള്ളാഹു പറയുന്നത് എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം, ഒരു പരാമർശമാണത്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കൂ. നിങ്ങൾ റബ്ബിനെ ആരാധിക്കണം, അള്ളാഹുവിനെ ആരാധിക്കണം. എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം? അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കൂ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങളുടെ ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കാൻ വേണ്ടി എത്രയത്. എന്നിട്ട് എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന ചോദ്യത്തിൻ്റെ വിശദീകരണമാണ് 22-ാമത്തെ വചനത്തിലുള്ളത്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നത്. അതായത് ഒരു കുട്ടി ഒരു വിരിപ്പിൽ എത്ര സുന്ദരമായിട്ടാണ്, എത്ര സുഖത്തോടു കൂടിയിട്ടാണ്, ഒരു പ്രയാസവും അനുഭവിക്കാതെ എത്ര സൗന്ദര്യത്തോടു കൂടിയിട്ടാണ് ആ കുട്ടി കിടന്നുറങ്ങുന്നത്. അതേപോലെയാണ് ഈ ഭൂമിയെ നമുക്ക് വേണ്ടി വാസയോഗ്യമാക്കി തന്നിട്ടുള്ളത്. അള്ളാഹു ആ തരത്തിലുള്ളൊരു പ്രയോഗമാണ് അവിടെ നടത്തുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു ഭൂമിയെ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, ആകാശത്തെ നിങ്ങൾക്കൊരു മേൽപ്പൂരയാക്കി തന്നു.
ആകാശം നിർവഹിക്കുന്ന അല്ലെങ്കിൽ ആ ഉപരിലോകം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ധർമ്മം എത്രത്തോളം വലുതാണ് എന്ന് ശാസ്ത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഉപരിലോകത്തെ നമുക്ക് അള്ളാഹു പറയണ വസ്സമാ അബിന, ആകാശത്തെ നിങ്ങൾക്ക് ഞാനൊരു മേൽക്കൂരയാക്കി തന്നിരിക്കുന്നു. വ അൻസല മിനസ്സമാ ഇമാ, ആ ആകാശത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മഴവെള്ളം ഭൂമിയിലേക്ക് ഇറക്കി തരികയും ചെയ്തിരിക്കുന്നു. ഫ അഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും, എന്നിട്ട് നിങ്ങൾക്ക് കഴിക്കാനുള്ള കായ്കനികൾ ഈ പറയുന്ന മഴവെള്ളം മുഖേന തന്നെ ഭൂമിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു തആല പറയുന്നൊരു കാര്യം നോക്കൂ, എത്ര സ്നേഹത്തോടു കൂടിയിട്ടാണ്, എത്ര ലാളനയോട് കൂടിയിട്ടാണ് മനുഷ്യരോട് അള്ളാഹു ആ പ്രയോഗം നടത്തുന്നത്. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഈ പറയുന്ന പ്രക്രിയകളിൽ, ഈ പറയുന്ന കർമ്മങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശക്തികൾ ആരെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടോ? പ്രവാചകന്മാർ ചെയ്തു തന്നിട്ടുണ്ടോ? മലക്കുകൾ ചെയ്തു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ, ആരും ചെയ്തു തന്നിട്ടില്ല. ഈ പറയുന്ന എല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങളെ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു പറഞ്ഞയച്ചവനായ സ്രഷ്ടാവായ അള്ളാഹു തന്നെയാണ്. എന്നിട്ട് ആ അള്ളാഹു പറയുന്നത് എന്താ? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അതിന് അറിഞ്ഞുകൊണ്ട് മനുഷ്യന്മാരെ നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത് കേട്ടോ എന്നാണ്. എത്ര സുന്ദരമായ പ്രയോഗമാണത്, എത്ര വാത്സല്യത്തോടു കൂടിയിട്ടുള്ള, സ്നേഹത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രയോഗമാണത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ സത്യമൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് അള്ളാഹുവിന് സമന്മാരം ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇനി അള്ളാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ അവരിതിന് യോഗ്യരാണോ? അല്ലല്ലോ. അടിസ്ഥാനപരമായി ഖുർആൻ പറയുന്നൊരു പരാമർശമുണ്ട്, 31-ാമത്തെ അധ്യായം സൂറത്ത് ലുഖ്മാനിൻ്റെ 30-ാമത്തെ വചനം. അള്ളാഹു പറയുന്നുണ്ട്, ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ്. എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹിനെ മാത്രം ആരാധിക്കണം? അതെന്തുകൊണ്ടെന്നാൽ അവൻ മാത്രമാണ് സത്യമായിട്ടുള്ളവൻ. വ അന്നമാ യദ്ഊന മിൻ ദൂനിഹിൽ ബാത്തിൽ, അവന് പുറമെ ആരാധിക്കപ്പെടുന്നതെല്ലാം വ്യർത്ഥമാണ്. അപ്പോൾ സത്യമായിട്ടുള്ള റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കൂ. ഇതാരാ പറയുന്നത്? അള്ളാഹു തന്നെ നമ്മളോട് പറയാണ്. ഇനി പരിശുദ്ധ ഖുർആൻ്റെ വേറെയും ഒരുപാട് വചനങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ അള്ളാഹ്ക്ക് പുറമെ ചില ആളുകൾ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ട് പ്രശ്നങ്ങൾ അള്ളാഹു തആല അവിടെ തന്നെ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഒന്ന്, അവരെല്ലാവരും സൃഷ്ടികളാണ്, സ്വന്തമായിട്ടൊന്നും ഈ ഭൂമിയിൽ അവർ ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത്, ഒരു റീസൺ അവിടെ പറയുന്നത്, അതും വളരെ ലോജിക്കായിട്ടുള്ള രീതിയിൽ അള്ളാഹു അവിടെ പറയുന്നത്, അവരൊക്കെ മരിച്ചു പോയവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല. ഖുർആനിൻ്റെ 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിൻ്റെ 20-21 വചനങ്ങളാണ്. വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹി ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ. അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ഭൂമുഖത്തൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരാണ് താനും. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, അംവാത്തുൻ ഗൈറു അഹ്യാഇൻ, അവരെല്ലാം മരിച്ചു പോയവരാണ്, ജീവിച്ചിരിക്കുന്നവരല്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് ആ ഖബറിൽ നിന്ന്, അവരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റ് വരിക എന്നുപോലും അവർക്കറിയില്ല. അപ്പോൾ അദൃശ്യമറിയാത്ത സൃഷ്ടികളെ എന്തിനാരാധിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം അറിയുന്നവനായ ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവനായ, എല്ലാം സൃഷ്ടിച്ചവനായ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, മരണമില്ലാത്തവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കൂ. ഖുർആൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, വളരെ അർത്ഥവത്തായൊരു ചോദ്യമാണത്. 22-ാമത്തെ അധ്യായം സൂറത്ത് ഹജ്ജിൻ്റെ 73-ാമത്തെ വചനം. യാ യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ദുരിബ മസലുൻ ഫസ്തമിഉ ലഹു, ഒരു ഉദാഹരണം ഇതാ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് നൽകുന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ലൻ യഖ്ലുഖു ദുബാബൻ, അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികൾ, അതാരായിക്കോട്ടെ, അവരൊരു ഈച്ചയെ പോലും പടച്ചിട്ടില്ല. വലബിജിതമഉ ലഹു, ഒരു ഈച്ചയെ ഉണ്ടാക്കാൻ വേണ്ടി ലോകത്തുള്ള സർവ്വശക്തികളും ഒരുമിച്ച് കൂടിയാൽ പോലും, ആൾ ദൈവങ്ങളെന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും അവരെ കൊണ്ട് അതൊരു ഈച്ചയെ പടക്കാൻ പോലും കഴിയുകയില്ല. ലൻ യഖ്ലുഖു ദുബാബൻ വലബിജിതമഉ ലഹു വഇൻ യസ്ലുബുഹും ദുബാബു ശൈഅൻ ലാ യസ്തൻഖിദൂഹു മിൻഹു. ഇനി ഈച്ച വല്ലതും അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്താലോ അതൊന്ന് തിരിച്ചു പിടിക്കാൻ പോലും, ആ ഈച്ചയുടെ അടുത്തുനിന്ന് തിരിച്ചു പിടിക്കാൻ പോലും അവർക്ക് കഴിയില്ല. അത്രയും ദുർബലരാണ് അവർ. ദുഅഫ ത്വാലിബു വൽ മത്ലൂബ്, തേടുന്നവരും തേടപ്പെടുന്നവരും ദുർബലരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരായിട്ട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ഈ പരമപ്രധാനമായ സത്യത്തെ വിട്ടുകൊണ്ട്, ഈ പറയുന്ന സ്രഷ്ടാവിനെ വിട്ടുകൊണ്ട് സൃഷ്ടികളിലേക്ക് പോകുന്നത്? നമ്മളെ സൃഷ്ടിച്ചവനായ ഒരു സ്രഷ്ടാവ് ഉപരിലോകത്തുണ്ട് എന്നും അവനെൻ്റെ തേട്ടം കേൾക്കുമെന്നും അവനോടാണ് ഞാൻ സങ്കടങ്ങൾ പറയേണ്ടത് എന്നും സന്തോഷം പങ്കുവെക്കേണ്ടത് എന്നും അവനോട് മാത്രമാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയേണ്ടത് എന്നും മനുഷ്യൻ്റെ, ഏതൊരു പച്ചയായ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള തേട്ടാണ്. ഇത് ഉൾക്കൊള്ളുന്ന, ഇത് മനസ്സിലാക്കുന്ന ഒരു സൃഷ്ടിക്ക് എങ്ങനെയാണ്
സൃഷ്ടികളിലേക്ക് തന്നെ അടുക്കാൻ കഴിയുക, പ്രാർത്ഥനകളുമായിട്ട് സ്രഷ്ടാവിലേക്കാണ് അടുക്കേണ്ടത്. എന്തിനാണ് നമ്മളിതൊക്കെ പറയുന്നത്? മരിച്ചു കഴിഞ്ഞു പോയാൽ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആവണം നമ്മൾ, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാവണം നമ്മൾ മരിച്ചു പോകേണ്ടത്. അങ്ങനെയെങ്കിൽ ആ പടച്ച റബ്ബിൻ്റെ അടുക്കൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ഏറ്റവും വലിയ നന്മ നമ്മൾ നിർവഹിച്ചിരിക്കണം. ഏറ്റവും വലിയ തിന്മയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് ആ റബ്ബിന് മാത്രം നൽകേണ്ട ആരാധനയും പ്രാർത്ഥനയും അവൻ്റെ സൃഷ്ടികളിലേക്ക് വകവെച്ച് നൽകുക എന്നതാണ്. അതാണ് ഷിർക്ക്, പങ്കു ചേർക്കൽ. അതുകൊണ്ട് ആ പരലോകത്ത്, മരണാനന്തരം വരാനിരിക്കുന്ന ആ പരലോകത്ത്, അവിടെ നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ, ആ സ്വർഗം നമുക്ക് കിട്ടണമെങ്കിൽ, അത് നിഷേധിക്കുന്നവരുണ്ടാകാം, നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാം, പക്ഷേ അത് ഉൾക്കൊള്ളുന്നവർ, അവരേറ്റവും പ്രധാനപ്പെട്ട സത്യത്തിൻ്റെ പാതയിലാണ് നിലനിൽക്കുന്നത്. ആ പരലോകത്ത് നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയണമെങ്കിൽ അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചാണ് ജീവിച്ചു പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.